എവ്രിവൺ, ഇന്നൊരു കഫ്താൻ നൈറ്റിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. വേസ്റ്റിന് ഇലാസ്റ്റിക് വെച്ചിട്ടും വള്ളി വെച്ചിട്ട് ടൈറ്റ് ചെയ്യുന്ന മോഡലിലുള്ള കഫ്താൻ നൈറ്റിയുടെ വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അതിനേക്കാളൊക്കെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കഫ്താൻ നൈറ്റിയാണ് കേട്ടോ. ഞാൻ 290ന്റെ നൈറ്റി ബിറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഫോൾഡ് ചെയ്തെന്നുള്ളത് പേപ്പറിൽ കാണിക്കാം. ഫസ്റ്റ് വീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തു, എന്നിട്ട് നീളത്തിൽ വീണ്ടും ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് 40 വരുന്ന ആളുടെ അളവുകളാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോളും 7.5 ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നതാണ്, നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല കേട്ടോ. ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് 40 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 ഇഞ്ചസ് കിട്ടി. അത് നൈറ്റി ആയതുകൊണ്ട് 1 ഇഞ്ച് ലൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 11 ഇഞ്ചസിലാണ് ചെസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇതിന്റെ കൂടെ തയ്യൽ തുമ്പ് കൂട്ടേണ്ടതില്ല. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചിലും ഹിപ്പിന്റെ ലെങ്ത് 21 ഇഞ്ചിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. വേസ്റ്റിന്റെ വിഡ്ത്ത് 10 ഇഞ്ചിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഹിപ്പ് റൗണ്ട് 42 ആണ് വരുന്നത്. അപ്പൊ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10.5 ഇഞ്ചസ് കിട്ടി. അതിനോട് 2-3 ഇഞ്ച് ലൂസ് ആഡ് ചെയ്തിട്ടാണ് ഹിപ്പിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ 13 ഇഞ്ചിൽ ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഓപ്പൺ ആയിട്ടുള്ള സൈഡിൽ സ്ലീവ് ഓപ്പണിംഗ് മാർക്ക് ചെയ്യാം. 8 ഇഞ്ചാണ് സ്ലീവ് ഓപ്പണിംഗ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ചെസ്റ്റിന്റെ ഈ മാർക്കിങ്ങിൽ നിന്നും താഴോട്ടേക്ക് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവ് ഓപ്പണിങ്ങിന്റെ മാർക്കിങ്ങിൽ നിന്നും ഇവിടത്തേക്ക് ഇങ്ങനെ ചെരിച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഫുൾ ലെങ്ത് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. 290ന്റെ മെറ്റീരിയൽ എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം 56 ഇഞ്ചസ് ആണ് കിട്ടുന്നത്. അത് ഞാൻ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. താവിന്റെ ഭാഗത്ത് ഓപ്പൺ സൈഡിൽ 2 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ചെരിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വിഡ്ത്തായിട്ട് 2 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹിപ്പിന്റെ ഈ മാർക്കിങ്ങിൽ നിന്നും ഇവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കാം. നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചും നെക്ക് ലെങ്ത് 6 ഇഞ്ചുമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ സാധാരണ എത്രയാണോ നെക്ക് ലെങ്ത് എടുക്കാറുള്ളത് അതിൽ നിന്നൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കാരണം ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യുന്നില്ല. നെക്കിന് റൗണ്ട് ഷേപ്പാണ് മാർക്ക് ചെയ്യുന്നത്. ബാക്ക് നെക്ക് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ലെങ്ത് കുറഞ്ഞ ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇത് നിവർത്തി വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി മാർക്ക് ചെയ്ത ഷേപ്പ് നല്ല കട്ടിയിൽ ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ മാർക്കിംഗ് മറ്റേ സൈഡിൽ കൂടി ആക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ഇതുപോലെ നിവർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ പകുതിയാക്കിയിട്ട് മടക്കി കൊടുക്കാം. എന്നിട്ട് മാർക്കിംഗ് ഈ സൈഡിൽ കൂടി ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ തട്ടി കൊടുക്കുന്നുണ്ട്. മെറ്റീരിയൽ നിവർത്തി വെച്ചാൽ ഇപ്പുറത്തെ സൈഡിലും മാർക്കിംഗ് ആയിട്ടുണ്ടാവും. ഇനി ഇതിലൂടെ നമുക്ക് കട്ടിയായിട്ട് വരച്ചു കൊടുക്കാം. മാർക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ചിങ് വളരെ ഈസിയാണ്. നെക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഇഞ്ച് വിത്തുള്ള ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മെറ്റീരിയലിൽ നിന്ന് ക്രോസ് പീസ് ഒന്നും കിട്ടില്ല. അതൊന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ എടുക്കണം. നെക്കിന്റെ നല്ല വശത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ക്രോസ് പീസിന്റെ അറ്റം ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാം. ഇത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്നോട് കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ ലാസ്റ്റ് എത്തുന്ന സമയത്ത് അത് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും.
ക്രോസ് പീസ് എൻഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്ത അവിടെ ജസ്റ്റ് ഒന്ന് തയ്യൽ ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് അരയിഞ്ചിൽ ഇതുപോലെ മടക്കി വെച്ചോട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അരയിഞ്ചിൽ മടക്കി കൊടുക്കണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒരു അരയിഞ്ച് ക്രോസ് പീസ് കയറ്റി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നല്ല വശത്ത് നിന്ന് നോക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇപ്പൊ ഞാൻ മെറ്റീരിയൽ ഉൾവശം പുറമേ കാണുന്ന വിധത്തിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ക്രോസ് പീസ് ഇതുപോലെ ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മടക്കിയിട്ട് അത് നെക്ക് ലൈൻ ഫിനിഷ് ചെയ്തെടുക്കാം. അങ്ങനെ നെക്ക് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താവ് മടക്കി സ്റ്റിച്ച് ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒരേ ലെവലിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും ഒരേപോലെ നിവർത്തി വെച്ചതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്യുമ്പോൾ താഴെ നിന്ന് മുകളിലിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നിട്ട് ഇത് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. കഫ്താനായിട്ട് ഇടുമ്പോഴാണ് നമുക്ക് അതിന്റെ ഭംഗി മനസ്സിലാവുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ഞാൻ 1 ഇഞ്ച് ലൂസ് കൊടുത്തത് കൊണ്ടാണ് ഇതത്ര ബോഡി ഷേപ്പായിട്ട് നിൽക്കാത്തത്. നിങ്ങൾക്ക് ബോഡി ഷേപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ബിഗിനേഴ്സിന് പോലും ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നൈറ്റി മോഡലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.